കണ്ണെടുത്തു കഴിഞ്ഞാൽ ചേട്ടനെ ഇടിച്ചിടൂ. ഇല്ല, രക്ഷപ്പെട്ടു. Okay, so നമ്മൾ റെഡിലെത്തി. റെഡ് മീൻസ് സ്റ്റോപ്പ്. സോ ദ വീഡിയോ എൻഡ്സ് ഹിയർ. പക്ഷേ നമുക്ക് വീര യോദ്ധാക്കൾ നിങ്ങൾ കണ്ടു കാണും. അത്രയും റഷുള്ള സമയത്ത് ആംബുലൻസിന് വേണ്ടി എല്ലാവരും മാറിക്കൊടുക്കുമ്പോൾ അതിൻ്റെ മൂട്ടിൽ പിടിച്ച് നല്ല പടച്ചു പോകുന്നതാണ്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ക്യാൻ ഹിയർ, എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങുവാണ്. ആൻഡ് ഇറ്റ്സ് ബീൻ റിയലി ലേറ്റ്. സോ ഏകദേശം ഒരു 9 മണിയായി. സോ ഒരു 8-8:30 വരെ അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് വൺ ഓഫ് ദോസ് റിയലി ഹെക്ടിക് ഡേയ്സ് ടുഡേ. ബട്ട് ഹിയർ വി ആർ. ഫൈനലി എല്ലാ വർക്കും തീർത്ത് ഞാൻ ഇറങ്ങുവാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ വർക്ക് കുറച്ച് മുമ്പ് കഴിഞ്ഞായിരുന്നു. പക്ഷേ ഐ തോട്ട് ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ആൻഡ് ദെൻ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഇറങ്ങാം. അപ്പോൾ ഐ ക്യാൻ ഡു ദ റെക്കോർഡിങ് ആസ് വെൽ. സോ അതാണ് പ്ലാൻ. And I wanted to go somewhere because, as I said, it was one hell of a day. Hopefully it's not raining outside. മഴയും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരുമാനമാവും. Thank goodness, ഭാഗ്യം മഴയില്ല. Alright. പുറത്തുനിന്ന് ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. എൻ്റെ പൊന്നോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പണിയെടുക്കുന്നവർക്കറിയാം എന്താ യഥാർത്ഥ അവസ്ഥ. എൻ്റെ മാൻ, ഇപ്പോൾ അടുത്ത് ഏതോ ഒരു ബോധമില്ലാത്ത ഒരു സെലിബ്രിറ്റി പറഞ്ഞായിരുന്നു. ഓക്കെ, താങ്ക് യു ലേഡി. ഓക്കെ, ഇപ്പോൾ അടുത്ത് ഏതോ ഒരു ബോധമില്ലാത്ത സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു, ഈ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ വരുന്നത്. അതൊക്കെ ഇവിടെ വന്ന് പറയണം. എത്രയും വൃത്തിയായിട്ട ഡേ ആയാലും എന്താ. ഇത് കണ്ടില്ലേ, നമ്മുടെ ചക്കരക്കുട്ടനിരിക്കുന്ന കണ്ട. Look at that fucking stance. ഈ ഒരു സ്റ്റാൻസ് കണ്ടാൽ തന്നെ, നമ്മളെ ബൈക്ക് കണ്ടാൽ തന്നെ നമ്മൾക്ക് പകുതി സന്തോഷം. അത് മതി. ഇനി ഇവനെയും കൊണ്ട് നമ്മൾ ഒരു റൈഡ് പോവും. And that's what makes my day better.
സോറി, കീ മാറിപ്പോയി. എക്സിറ്റ് തെറ്റിപ്പോയി. ദിസ് ഇസ് ദ വേ ഔട്ട്. പുറത്ത് വൃത്തിയിട്ട ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഒരുമാതിരി എന്താ പറയുക 9:30 ടൈം ആയിട്ടുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട് ബലീന ഈസ് വെയിറ്റിംഗ് ഫോർ. ഓക്കെ, ഓൾ റൈറ്റ്. സീംസ് ലൈക്ക് വലിയ ട്രാഫിക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെക്ടിക് ഡേനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. യെസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു വൺ ഓഫ് ദി വൃത്തിയായിട്ട ഡേയ്സ് ആയിരുന്നു ടുഡേ. സോ ഇങ്ങനത്തെ സമയത്ത് instead of just going home tired and exhausted എന്നിട്ട് just going to bed or like dinner കഴിച്ച് സ്ക്രോൾ ചെയ്ത് കിടന്നുറങ്ങുന്നതിന് പകരം what I usually do is എങ്ങോട്ടെങ്കിലും ഒന്ന് ഈ ചെക്കനെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകും. ആൻഡ് ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ലൈക്ക് മോർണിംഗ് മുതൽ നൈറ്റ് വരെ ഫുള്ള് വർക്ക്, ആൻഡ് ഓൾ ഐ ഡിഡ് വാസ് വർക്ക് ഓൾ ഡേ. എന്നിട്ട് പിന്നെ വെറുതെ അങ്ങ് പോയി കിടന്നുറങ്ങാൻ എന്നെക്കൊണ്ട് വയ്യ. ഇതേ ഒരു ചേട്ടൻ ലൈറ്റ് ഒന്നും ഇടാതെ പോകും. സോ യാ, അപ്പോൾ ഐ യൂഷ്വലി ഡു ദിസ്. വർക്ക് കഴിഞ്ഞൊരു കറക്കം. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഞാനും എൻ്റെ ബൈക്കും ഒരു ചെറിയ യാത്ര. ഒരു 7 മണി ആ സമയത്തൊക്കെ ഇതിലൂടെ ഇറങ്ങണം. എൻ്റെ പൊന്നു മോനെ, അത് കണ്ടില്ലേ, ചേട്ടൻ ഇസ് മേക്കിംഗ് ഹിസ് വേ. ഇത് മറ്റേ മോട്ടിവേഷണൽ കോട്ട് കേട്ട് ഇറങ്ങിയതാ. ദർ ഇസ് നോ ഡോർ, അങ്ങനെ എന്തോ പറയില്ലേ. ഐ മീൻ ഇഫ് ദ ഡോർ ഡസൻറ്റ് ഓപ്പൺ ബ്രേക്ക് ദ ഡോർ. അങ്ങനത്തെ ഒരു ചേട്ടനാണ് ഇപ്പോൾ വന്നത്. ക്രേസി. ഓക്കെ, ഇങ്ങനെ കുറച്ച് എംപി റോഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും. ഒരു ബ്യൂട്ടിഫുൾ ചർച്ച്.
Okay. ഓക്കെ, ടു ബി ഓണസ്റ്റ് എനിക്ക് എന്തെങ്കിലും വല്ല ചൂടുള്ള എന്തെങ്കിലും കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ലൈക്ക് ടീ ഓർ കോഫി. പക്ഷേ എനിക്ക് കോഫി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ ടു ഗോ ടു ക്വീൻസ് വാക്ക് വേ ആൻഡ് അവിടെ പോയിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ കൈൻഡ് ഓഫ് യൂഷ്വലി ഡു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാണ്. ബട്ട് സീംസ് ലൈക്ക് വി ഹാവ് ടു സ്റ്റിക്ക് വിത്ത് ക്വീൻസ് വാക്ക് വേ, എസ്പെഷ്യലി സിൻസ് ഐ ഡോണ്ട് ഹാവ് കമ്പനി. കാരണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പുതിയ സ്ഥലത്തേക്കൊന്നും തേടി പോകുന്നില്ല. എസ്പെഷ്യലി അറ്റ് ദിസ് ഐ ജസ്റ്റ് വാണ്ടഡ് എ കൂൾ റൈഡ് ആൻഡ് സംതിങ് ടു ഡ്രിങ്ക് വിത്ത് സംതിങ് ഹോട്ട്. അതിന് പറ്റിയ സ്ഥലം നമ്മൾ ക്വീൻസ് വാക്ക് വേ തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. വഴി മാറാം. മുണ്ടക്കൽ കര എൻ്റെ ഇവിടെ പോയാലോ? ഓക്കെ, ഇങ്ങനെ പോവാം. പുറത്ത് ഒരു അക്രമം ഇവിടെ പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ വിവരം അറിയും. പക്ഷേ നമുക്ക് അതെ, ചേട്ടൻ സിഗ്നൽ വിടൂല, ഒന്നും വിടാതെ ശരി. ആ ലോറിക്കാരനെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം സമയം സിഗ്നലൊക്കെ ഇട്ടു, പക്ഷെ ഞാൻ അപ്പോഴേക്കും ചാടിക്കേറി ക്രോസ് കൊടുത്തായിരുന്നു. ഇനി വേറെ ചെയ്യാനില്ല. ആംബുലൻസിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് സീനാക്കുന്നില്ല. അതിൻ്റെ തൊട്ട് പിന്നിൽ ഇങ്ങനെ പിടിച്ച് ആംബുലൻസിന് കൊടുക്കുന്ന ഗ്യാപ്പിലൂടെ കയറി ചെറ്റത്തരം കാണിക്കാനും എനിക്കിഷ്ടമല്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓൾമോസ്റ്റ് എംപ്റ്റി റോഡ്സ്, അതുകൊണ്ട് കുഴപ്പമില്ല. ചില വീര യോദ്ധാക്കൾ നിങ്ങൾ കണ്ടു കാണും. അത്രയും റഷുള്ള സമയത്ത് ആംബുലൻസിന് വേണ്ടി എല്ലാവരും മാറിക്കൊടുക്കുമ്പോൾ അതിൻ്റെ മൂട്ടിൽ പിടിച്ച് എല്ലാം പടച്ചു പോകുന്നതാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് അവേ ഫ്രം ദിസ് ആംബുലൻസ്.
I don't know if you guys can hear. എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് ബൈക്കിൽ നിന്ന്. ഇറ്റ്സ് ലൈക്ക് ഏതോ ഒരു നട്ട് ലൂസായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഹോപ്പ്ഫുള്ളി ഏതെങ്കിലും മെയിൻ നട്ടൊന്നും ഉരുപ്പോതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ അത്രയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഐ മീൻ എൻ്റെ ബാക്ക് ടെയിലിൻ്റെ അവിടെ നിന്നൊക്കെ, ഐ മീൻ ബാക്കിലെ ടെയിൽ സെക്ഷൻ്റെ അവിടെ നിന്ന് ഒക്കെ ഒരു നട്ടൊക്കെ പോയിട്ട് പിന്നെ ഞാനത് റീപ്ലേസ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വല്ലതാവാനാണ് ചാൻസ്. ഹോപ്പ്ഫുള്ളി സോ ആഴത്ത് കൂടെ നട്ട നമുക്ക് മേലെ കൂടെ നട്ടാം. ഓക്കെ, നൈസ് ഒരു അങ്ങേ. That was a little bit hard. Okay, ചേട്ടാ വലിയ തിരക്കില്ലാത്തൊരു ഹൈവേ കിട്ടി. ഓ മാൻ, പറഞ്ഞ് നാക്കെടുത്തിട്ട് ഒരുപാട് വണ്ടിയിലുണ്ടല്ലോ അവിടെ. പക്ഷെ നമുക്കെന്ത് വേറെ ബൈക്ക്, അതും അഡ്വഞ്ചർ 390 നമുക്ക് കട്ട് ചെയ്ത് പൊക്കൂടെ. യെസ്, ആൻഡ് വൈ ആം ഐ കംപ്ലൈനിങ്? എന്തുവാ കാണിക്കുന്നത്? ഏട്ടനും ഹോമിയം പോലെയൊക്കെ എടുക്കുവാണല്ലോ. ഇത്രയും ഫോണടിച്ച് പാസ് ഇട്ടിട്ടും ഒരു കാര്യമില്ല അല്ലേ? എവിടെ ആരോട് പറയും? നമുക്ക് ഇവിടെ തന്നെ പിടിക്കാം. ഓ, വൈറ്റ് താറിനൊരു കയ്യും കണക്കുമില്ല. എവിടെ നോക്കിയാലും താർ റോക്സ് ആണ്, അതും വൈറ്റ് കളർ. ഐ ഗെറ്റ് ഇറ്റ്, ഇറ്റ് ലുക്സ് ഡാം ഹോട്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചേട്ടനെ ഇടിച്ചിടും. ഇല്ല, രക്ഷപ്പെട്ടു.
ഓ, ദിസ് ഈസ് എൻ എപ്പിക് സീൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇൻ്റർസെക്ഷനിൽ ഇങ്ങനെ ലെഫ്റ്റ് ലൈൻ ഫ്രീ ആക്കിയിട്ടിട്ട് എല്ലാ വണ്ടികളും റൈറ്റിൽ മാത്രം നിൽക്കുന്നത് കാണുന്നു. ദാറ്റ്സ് ക്രേസി. സമ്മതിച്ച്. നൈസ്. സോ ഗുഡ് ടു സീ സീൻസ്. Okay. ചില വണ്ടികൾ ഒരാവശ്യമില്ലാതെ സ്ലോ ആക്കും. ബിക്കോസ് ദേ വാണ്ടഡ് ടു ഗോ സംവെയർ എൽസ്, ദേ ആർ ചെക്കിംഗ് ഔട്ട് സംതിങ് എൽസ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് കൊടുത്ത് കണ്ട് ഈ വണ്ടി നോക്കി ഇപ്പോഴാണ് അതിന് ഇടാൻ പറ്റുമോ? ഓരോരോ ഗഡികൾ. ഇവിടെ പിന്നെ ആരും ഇങ്ങോട്ടൊന്നും പോകാനില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ കയറി നിർത്താം. What do you think? Yeah, okay, there you go. Ah, nice.
അങ്ങനെ നമ്മൾ ക്വീൻസ് വാക്ക് എത്തി ഫൈനലി. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലേറ്റ് മിഡ് നൈറ്റ്. നമ്മൾക്ക് ഇവിടെ ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ സ്പെഷ്യൽ താര കോഫി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ലെറ്റ്സ് ഗോ. ഇല്ലേ, where is താര കോഫി? Where is it? യെസ്, താര കോഫി ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്തായാലും ഇവിടെ ഒന്നും നിർത്തുന്നില്ല. ഷുഡ് ഹാവ് സ്റ്റോപ്ഡ് ഏർലിയർ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ സ്ഥലമില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടെ പോയിട്ടൊരു കാര്യം ചെയ്യാം, തിരിച്ചു വരാം. അതായിരിക്കും നല്ലത്. This area seems to be a little bit crowded even at this time. Crazy, huh? സാരില്ല, നമുക്ക് യൂ ടേണൊക്കെ എടുത്ത് താറ് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു തിരിക്കാൻ. നമുക്ക് ഇവിടെ തിരിക്കാം, എന്നിട്ട് വി ക്യാൻ ഫൈൻഡ് എ പ്ലേസ്. വാട്ട് ഡു യു സേ? ഭാഗ്യം. ഓ നൈസ്, യോടെ പ്ലേസ്. ഇവിടൊക്കെ ചളിയാണോ? യൂഷ്വലി ഇങ്ങനെ തന്നെയാണ്, ഈ സമയത്തും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും. ബട്ട് ദാറ്റ്സ് ഓക്കെ. ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ ക്യാമറയും കൊണ്ട് വരുന്നത്.
അങ്ങനെ കോഫി വാങ്ങിച്ചു നമ്മൾ. നൗ യു ഹാവ് ടു ഫൈൻഡ് എ പ്ലേസ് ടു സിറ്റ് അലോൺ ആൻഡ് റിലാക്സ് ഫോർ എ ബിറ്റ്. എന്നിട്ട് നമ്മൾ തിരിച്ചൊരു പെടപെടയ്ക്കും. അങ്ങനെ നമ്മൾ കോഫി കുടിച്ചു കഴിഞ്ഞു. മാൻ, ഫീലിംഗ് എ ബിറ്റ് റിലീവ്ഡ് ആക്ച്വലി. കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കധികം ക്ലിപ്സിലേക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് obviously the place is crowded and the crowd is like a specific കാറ്റഗറിയിലുള്ള ക്രൗഡാണ്. അതുകൊണ്ടാണ് മെയിൻലി അധികം ഞാൻ എടുക്കാഞ്ഞ്. കിട്ടിയ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് നടന്നു വന്നു. ഐ തിങ്ക് ഐ പാർക്ക് സംവെയർ ഓവർ ദെയർ. സ്റ്റിൽ കാൺട്ട് ഫൈൻഡ് മൈ ഡ്യൂഡ്. എവിടെയടേ? ഇനിയിപ്പോൾ ഈ പേപ്പർ കപ്പ് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡസ്റ്റ്ബിൻ കണ്ടുപിടിക്കണം. That's how we be responsible citizen. ചേട്ടാ, ഈ പേപ്പർ കപ്പ് ഇടാൻ വല്ല സ്ഥലമുണ്ടോ? ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തി. അതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടൻ. വാസ് ലൈക്ക്, യുവർ പ്രോബ്ലം, ഫിഗർ ഇറ്റ് ഔട്ട് യുവർ സെൽഫ്. Let's say bye to Queen's Walkway and leave. The damn place. Leave. The damn. Isn't that a GTI? It is. Okay. Time to go back home, guys. Go back home. GTI ഇതേ പോണ കണ്ടാ. അപ്പോൾ until next time, adios amigo, Queen's Walkway. താങ്ക്ഫുള്ളി മഴ പെയ്തില്ല, പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് കോൾഡ് വെതർ.
നമ്മളിൽ ഇഷ്ടംപോലെ പെട്രോൾ ഉള്ളതുകൊണ്ട് പെട്രോൾ അടിക്കണ്ട. I think I would have went inside and filled my boy's tummy just like I did. ഇനി നമുക്ക് ഈ വഴി പോവാം. ഇനി കറങ്ങി വരേണ്ട ആവശ്യമില്ല. വി ഹാവ് ഹാഡ് അവർ ഫെയർ ഷെയർ ഓഫ് റൈഡിങ്, ഫീലിംഗ് സോ calm and relaxed. ഇനി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി തിരിച്ചോ. വരുന്ന വീട്ടിലെത്തി ലോങ്ങർ വേ. സോ ഇനി നമ്മൾ സ്ട്രെയിറ്റ് ബാക്ക് ഹോം. പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഫ്രഷ് ആൻഡ് ഹോട്ട് വീഡിയോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മൈ I think 8 or 9 of my subscribers. I don't know what you guys see in me, but still thank you so much for subscribing. I'll try to keep it cool and awesome for you guys. So until next time, thank you so much. Take care. Bye bye. Whoa. Balino's got no chill, bro. Balino's got no chill. Look at that. The airport auto. അല്ലെങ്കിൽ പ്രോഫിറ്റ് റണ്ണൊക്കെ പോലെ ഉണ്ട്. Okay, so നമ്മൾ റെഡ് എത്തി. റെഡ് മീൻസ് സ്റ്റോപ്പ്. So the video ends here.